അതേ ഭൂമി എനിക്ക് പടച്ചവൻ ആരാധന ചെയ്യാനുള്ള സ്ഥലമാക്കി തന്നിരിക്കുന്നു, അതേപോലെ ശുദ്ധീകരിക്കാനുള്ള വസ്തുവുമാക്കി തന്നിരിക്കുന്നു. മണ്ണ് അങ്ങനെയാണ്. ഒരിക്കലും തന്നെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും പള്ളികൾ, നൂറ്റാണ്ടുകൾ ആരാധിച്ചു വരുന്ന പള്ളികൾ, അത് എങ്ങനെയെങ്കിലും കുതന്ത്രപരമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ ഇസ്ലാം തകർന്നു പോകുമെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇല്ലെങ്കിലും എവിടെ വെച്ചും നിസ്കരിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം തകർക്കാനല്ല ആരും ശ്രമിക്കേണ്ടത്, സമാധാനം ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം, അതേ ഭൂമി എനിക്ക് പടച്ചവൻ ആരാധന ചെയ്യാനുള്ള സ്ഥലമാക്കി തന്നിരിക്കുന്നു, അതേപോലെ ശുദ്ധീകരിക്കാനുള്ള വസ്തുവുമാക്കി തന്നിരിക്കുന്നു. മണ്ണ് അങ്ങനെയാണ്. ഒരിക്കലും തന്നെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും പള്ളികൾ, നൂറ്റാണ്ടുകൾ ആരാധിച്ചു വരുന്ന പള്ളികൾ, അത് എങ്ങനെയെങ്കിലും കുതന്ത്രപരമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ ഇസ്ലാം തകർന്നു പോകുമെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇല്ലെങ്കിലും എവിടെ വെച്ചും നിസ്കരിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം തകർക്കാനല്ല ആരും ശ്രമിക്കേണ്ടത്, സമാധാനം ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം